ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവയരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ രുക്മിണീദേവിയും ശ്രീകൃഷ്ണനും തമ്മിലുള്ള സംവാദമാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. ഭഗവാൻ ആദ്യം പറഞ്ഞതൊക്കെ രുക്മിണിയെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കുറേ പരിഹാസവും നിനക്കൊരിക്കലും ഞാൻ യോജിച്ചവനല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ രുക്മിണി കരച്ചിൽ തുടങ്ങിയ കാര്യം നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ കുറച്ച് സമാശ്വസിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് രുക്മിണിക്ക് യഥാർത്ഥത്തിൽ ഭഗവാന്റെ തത്വര്യമായിരിക്കുന്ന ആ നിഗൂഢമായിരിക്കുന്ന ചില രഹസ്യങ്ങളൊക്കെ താത്വികമായിട്ട് മനസ്സിലായത് നമ്മളെ വെളിപ്പെടുത്തുന്നതാണ്. ഭഗവാന്റെ മുമ്പിൽ തന്നെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അപ്പോഴാണ് ശകലം ക്ലേശമൊക്കെ സഹിച്ചെങ്കിലും ദുഃഖമൊക്കെ മാറിയും ഭഗവാൻ പ്രസാദിച്ചപ്പം സമാശ്വസിച്ചപ്പോഴാണ് യഥാർത്ഥ ആത്മബോധം രുക്മിണിക്ക് തന്നെ ഉണ്ടാകുന്നത്. അതനുസരിച്ചു കൊണ്ടാണ് ഇവിടെ ഭഗവാനോട് രുക്മിണി സംസാരിക്കുന്നത്. നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. നമ്മൾ ഭൗതിക തലത്തിൽ ചിന്തിച്ചാൽ ഭൗതിക മേധാവിത്വം നമ്മളെ ഭരിക്കുമ്പം ദേഹബോധമാണ് ഏറ്റവും വലിയ ഭൗതിക ബോധം. ആ ദേഹബോധത്തിൽ നിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും രുക്മിണി പറയുന്നത് പോലും അല്ല ഭഗവാൻ പറയുന്നത് പോലും യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങ് സ്വയം വിശേഷിപ്പിച്ചത്, ഭഗവാൻ പറഞ്ഞത് ഓരോ വാക്കും ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്നുള്ള നിലയിലാണ് രുക്മിണി സംസാരിക്കുന്നത്. ആദ്യം കേട്ടത് തെറ്റിദ്ധരിച്ചിട്ട് വേഗം കരഞ്ഞ് ബഹളം ഉണ്ടാക്കി. അതേ രുക്മിണി തന്നെയാണ് ഭഗവാന്റെ പ്രസാദം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പ്രസാദേ സർവ്വദുഃഖാനാം ഹാനി രസ്യോപജായതേ എന്ന് ഭഗവാൻ പറഞ്ഞത് ഇവിടെ രുക്മിണിക്ക് സാക്ഷാത്കരിച്ചു കൊടുക്കുക. അപ്പോൾ ദുഃഖം മാറിയപ്പോൾ യഥാർത്ഥ ബോധം ഉണ്ടായി. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് എന്നെ ആദ്യം ഭജിക്കുന്നവർ ദുഃഖിക്കുന്നവരാണ്. ആ ദുഃഖം മാറിക്കഴിഞ്ഞാൽ യഥാർത്ഥ ബോധം ഉണ്ടാവും. പ്രസാദേ സർവ്വദുഃഖാനാം ഹാനി രസ്യോപജായതേ. അതുകൊണ്ട് അങ്ങ് സ്വയം വിശേഷിപ്പിച്ചത് നിർധനൻ എന്നാണ്. എന്നാൽ ഈ അവസ്ഥ ദാരിദ്ര്യമല്ല. അങ്ങ് സ്വയം വിശേഷിപ്പിച്ച് ഞാൻ എവിടെ കിടക്കുന്ന ഒരു പശുക്കളെ മേയ്ക്കുന്ന ദരിദ്രനാണെന്ന് ഭഗവാൻ പറഞ്ഞു. പരിഹാസ രൂപേണ പറഞ്ഞത്. പക്ഷേ രുക്മിണി ഇപ്പോൾ പറയുന്നത് എങ്ങനെയാ? യഥാർത്ഥത്തിൽ അത് ദാരിദ്ര്യമല്ല. അങ്ങല്ലാതെ മറ്റൊന്നിനും അസ്തിത്വം ഇല്ലാത്തതിനാൽ അങ്ങയ്ക്ക് ഒന്നും കൈവശം വെക്കേണ്ട ആവശ്യമില്ല. അങ്ങ് സ്വയം എല്ലാം മറക്കുന്നു. എല്ലാം ത്തിൻ്റെയും ഉടമ തന്നെയാണ്. മറ്റുള്ളവരെ പോലെ അങ്ങയ്ക്ക് എന്തെങ്കിലും വസ്തു വെളിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങേണ്ടതില്ല. ഇതേ തത്വം തന്നെയാണ് ഭഗവാൻ കുട്ടിയായിരിക്കുമ്പോൾ വെണ്ണ കെട്ടിട്ട് യശോദാമ്മ നീ കട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഞാൻ കട്ടില്ല എന്ന്. എൻ്റെ വസ്തു ഞാൻ എന്തിനു കട്ടു എന്ന് പറയണം? അതുകൊണ്ട് ആ ചിരിയുടെ അർത്ഥം നമ്മളാണ് ഭഗവാൻ സൃഷ്ടിച്ചതൊക്കെ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു. ഈ ശരീരം പോലും ഭഗവാന്റെ, എന്നിട്ട് നമ്മൾ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നടക്കുക. ആ എൻ്റെ എന്ന് പറഞ്ഞ് എടുത്തു വെച്ചാൽ അവരൊക്കെ എൻ്റെ മുമ്പിൽ കള്ളന്മാരാണെന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥ കള്ളന്മാരാരാ? ഭഗവാൻ ഉണ്ടാക്കി തന്ന ശരീരം വെച്ചുകൊണ്ട് എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന നമ്മൾ തന്നെ കള്ളൻ്റെ മൂർത്തിമദ്ഭാവം. ഒന്നും കൈവശം വയ്ക്കേണ്ട, ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കൈവശം വയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങ് സ്വയം എല്ലാം ആകുന്നു. മറ്റുള്ളവരെ പോലെ അങ്ങയ്ക്ക് എന്തെങ്കിലും വസ്തു വെളിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങേണ്ടതുമില്ല, കട്ടെടുക്കേണ്ടതുമില്ല. അങ്ങയെ സംബന്ധിച്ചിടത്തോളം പരസ്പര വിരുദ്ധമായിട്ട് കാര്യങ്ങൾ ഒക്കെ ഒത്തുപോയിക്കൊള്ളും. മറ്റുള്ളവർക്ക് തോന്നുമൊക്കെ വിരുദ്ധമായിട്ടാണെങ്കിലും അതൊക്കെ ചേർന്ന് പൊക്കോളും. അങ്ങ് നിരപേക്ഷനാണ്. അങ്ങയുടെ കൈവശം യാതൊന്നുമില്ല. അങ്ങയ്ക്കൊന്നും സൂക്ഷിക്കേണ്ടതായിട്ടുമില്ല. അതേസമയം അങ്ങയേക്കാൾ സമ്പന്നനായിട്ട് ആരുമില്ലതാണ്. എന്നാൽ പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങയെക്കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. സാന്നിധ്യം മാത്രം കൊണ്ട് എല്ലാ സമ്പൽ സമൃദ്ധിയുടെയും ഉടമ തന്നെയാണ് അങ്ങ്. ഒന്നും കൈവശമില്ലാത്തവന് ഭൗതിക ലോകത്ത് സമ്പന്നനായിരിക്കാനാവില്ല എന്നാണ് മറ്റുള്ളവർക്ക് തോന്നുക. അങ്ങ് നിരപേക്ഷനാകിയാൽ ഒന്നും കൈവശമില്ലാതിരിക്കുകയും അതേസമയം ഏറ്റവും വലിയ സമ്പന്നനായിരിക്കുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യം അങ്ങക്ക് സമായപ്പെടുത്തുവാൻ അങ്ങയ്ക്ക് കഴിയും. അങ്ങയ്ക്ക് ഭൗതിക കരതരണങ്ങളിലും ഇല്ലെങ്കിലും ഭക്തന്മാർ ഭക്തിയോടെ സമർപ്പിക്കുന്നതെന്തും അങ്ങ് സ്വീകരിക്കുന്നു.
എന്ന് വേദങ്ങളിൽ പറയുന്നുണ്ട്. ഭൗതികമായ കണ്ണോ ചെവിയോ അങ്ങേക്കില്ല, എന്നാലും സർവ്വദിക്കിലുമുള്ള സർവവും അങ്ങേക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കാനും ഒക്കെ കഴിയും. അങ്ങയുടെ കൈവശം ഒന്നുമില്ല, എന്നിരുന്നാലും മറ്റുള്ളവരുടെ പ്രാർത്ഥനയും പൂജയും കൈക്കൊള്ളുന്ന വലിയ ദേവന്മാർ പോലും അങ്ങയുടെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ അങ്ങയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് അങ്ങ് ദരിദ്രന്മാരുടെ വിഭാഗത്തിൽ കാണപ്പെടുന്നത്? അപ്പം ഞാൻ ദരിദ്രനാണെന്ന് ഭഗവാൻ പറഞ്ഞത്, അങ്ങ് പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ടാണ് സമർപ്പിക്കണേന്ന്, അല്ലെങ്കിൽ സമർത്ഥിക്കുന്നത്. ഭഗവാൻ യഥാർത്ഥത്തിൽ ദരിദ്രനല്ല എന്ന് പറയാണ്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. അപ്പോൾ എങ്ങനെയാണ് അങ്ങ് ദരിദ്രന്മാരുടെ വിഭാഗത്തിൽ കാണപ്പെടുന്നത്? പ്രിയപ്പെട്ട ഭഗവാനെ, മനുഷ്യവർഗത്തിലെ സമ്പന്ന വിഭാഗം അങ്ങയെ പൂജിക്കാറില്ലെന്ന് അങ്ങ് പറഞ്ഞതും ശരിയാണ്. ഇപ്പോൾ എല്ലാവിധ ഭൗതിക മേധാവിത്വം ലഭിച്ചവർ, അധികാരപരിധി ഇരിക്കുന്നവർക്ക് ഈശ്വരനെ ഭജിക്കാൻ പോലും സമയമില്ല. ബാക്കി എല്ലാ കൂട്ടം ഉണ്ടെങ്കിലും ഒരിക്കലും അവർക്ക് സമയമില്ല എന്ന് പറയും. അപ്പോൾ നമുക്കും അതില്ല. ഭൗതികമായ തിരക്ക് കൊണ്ട് ഈശ്വരനെ ഒരു നിമിഷം വന്ന് പ്രാർത്ഥിച്ച് നമസ്കരിക്കാൻ പോലും നമുക്ക് സമയമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് ഭഗവാൻ പറഞ്ഞത്. മനുഷ്യവർഗത്തിലെ സമ്പന്ന വിഭാഗം എല്ലാവിധ കഴിവുകളും, സമ്പന്നത എന്ന് പറഞ്ഞാൽ കുറേ പണം ഉണ്ടാകൽ മാത്രമല്ല, ഭൗതികമായിട്ട് അധികാരപരിധിയിൽ ഞാനെന്ന ബോധത്തിൽ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തെ പോലും കണക്കാക്കിയവർ ഒരു കാരണവശാലും ഭൗതിക സമ്പത്ത് മൂലം ദുരഹങ്കാരം ബാധിച്ച് അവർ ഭഗവാനെ ഒരിക്കലും പൂജിക്കാറില്ല, നമസ്കരിക്കാറില്ല, ഭഗവാനെ വിചാരിക്കാറില്ല. തങ്ങളുടെ വസ്തുക്കൾ സുഖഭോഗങ്ങൾ മാത്രമായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. ദരിദ്രൻ ധനികനായിട്ട് തീരുമ്പോൾ സുഖഭോഗങ്ങൾക്കായിക്കൊണ്ട് അവൻ ഒരു പരിപാടി തയ്യാറാക്കുന്നു. കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് അജ്ഞതയാണ് അതിന് കാരണം. അപ്പോൾ കിട്ടിയാൽ ഇനി യോഗക്ഷേമമായിട്ട് എന്തെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭജിച്ചിട്ട് ഇഷ്ടഭോഗങ്ങൾ കിട്ടിയാലും ഈ മനുഷ്യർക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ വേണ്ട വിധത്തിൽ നിലനിർത്താൻ സാധിക്കും എന്ന് ഭഗവാന്റെ അനുഗ്രഹമില്ലെങ്കിൽ സാധിക്കില്ല. അപ്പോൾ അത് നിലനിർത്താനുള്ള അജ്ഞത കാരണം അത് നിലനിർത്താനും സാധിക്കില്ല. അപ്പോൾ ബാഹ്യശക്തികളുടെ വശീകരണത്തിൽപ്പെട്ട് സുഖഭോഗത്തിന് വേണ്ടി ചെലവഴിക്കുന്ന അതാണ് ധനത്തിൻ്റെ ശരിയായ വിനിയോഗം. അതായത് സുഖഭോഗത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് ശരിയായ വിനിയോഗം എന്ന് അയാൾ കരുതുന്നു. അങ്ങനെ അവൻ അതീന്ദ്രിയ സേവനം നടത്തുന്നുകൊണ്ട് അതീന്ദ്രിയ സേവനം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ മറന്നിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഭഗവാനെ ഒന്നും കൈവശമില്ലാത്തവർ അങ്ങയ്ക്ക് ഏറെ പ്രിയമുള്ളവരാണെന്നും പറയുന്നു. എല്ലാം ത്യജിച്ച് അങ്ങയെ മാത്രം കൈക്കൊള്ളുന്നവനാണ് അങ്ങയുടെ ഭക്തൻ. ആ ഭക്തൻ്റെ ആഗ്രഹവും അങ്ങിൽ ചേരണം എന്നായിരിക്കും. അതിനാൽ ഭൗതിക വസ്തുക്കളൊന്നും കൈവശമില്ലാത്ത നാരദമുനിയെപ്പോലുള്ള മഹർഷിമാർ അങ്ങയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവരാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ഭഗവാനെ ഭജിച്ചിട്ട് നമുക്ക് അർത്ഥലാഭത്തിന് വേണ്ടിയിട്ട് ഭജിച്ച് ഇഷ്ടഭോഗങ്ങൾ കിട്ടിയാലും അത് ശരിക്ക് കൃതകൃത്യമായിട്ട് അതിനെ എങ്ങനെ വിനിയോഗം ചെയ്യണമെന്നും എങ്ങനെ മഹത്തായ യജ്ഞത്തിലൂടെ ഇല്ലേ പഞ്ചമഹായജ്ഞങ്ങളിലൂടെ അത് എങ്ങനെയാണ് നിലനിർത്തേണ്ടത്, യജ്ഞശിഷ്ടമേ എടുക്കാളൂ, ബാക്കിയുള്ളതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണം, ഒരുക്കി കിട്ടുന്നത് മറുകൈ അറിയാതെ വിതരണം ചെയ്യണം എന്നൊക്കെ ഭഗവാൻ പറഞ്ഞതൊക്കെ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ അജ്ഞതയുടെ മുകളിൽ അത് ഉപയോഗിച്ചാൽ അവൻ ദരിദ്രനായിട്ട് മാറും. ദരിദ്രനായിട്ട് മാറിക്കഴിയുമ്പോൾ വീണ്ടും ഭഗവാനെ ആത്മാർത്ഥമായിട്ട് ഭജിക്കാൻ തുടങ്ങും. ഇതൊക്കെ കൈവശം ഉള്ളപ്പോഴോ ഭജിക്കാൻ സമയമില്ല എന്ന് പറയും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, ഞാൻ ഒരാളെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ അവൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും അടിച്ചു മാറ്റും, അവൻ എല്ലാവിധ ക്ലേശങ്ങളും ചെയ്യും. ആ ക്ലേശങ്ങളൊക്കെ കിട്ടിയപ്പോഴാണ് രുക്മിണിക്ക് പോലും ശരിക്കും ബോധം ഉണ്ടാകുന്നത്. ആരാണ് യഥാർത്ഥ ഭക്തൻ എന്ന് പോലും ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭഗവാനെ, സമൂഹത്തിലെ പദവി, സൗന്ദര്യം, ധനം, ബലം, സ്വാധീനശക്തി, ത്യാഗം എന്നീ കാര്യങ്ങളിൽ തുല്യതയുള്ള ആളുകൾ തമ്മിലുള്ള വിവാഹം പൊരുത്തം ഉള്ളതായിരിക്കുമെന്ന് അങ്ങ് പറഞ്ഞതും ശരിയാണ്. എന്നാൽ ഈ പദവി അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന സത്യം കൂടി ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. എല്ലാത്തരം ഐശ്വര്യത്തിൻ്റെയും പൂർണ്ണമായ ഉറവിടം അവിടുന്നാണ്. ഒരാളുടെ ഐശ്വര്യപൂർണമായിരിക്കുന്ന ജീവിത നിലവാരം അങ്ങയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്. വേദാന്ത സൂത്രത്തിൽ പറയുന്നത് പോലെ ജന്മാദ്യസ്യത, എല്ലാത്തിൻ്റെയും പരമമായ ഉത്ഭവസ്ഥാനം അങ്ങ് തന്നെ.
അങ്ങ് തന്നെ എന്ന് ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അങ്ങ് പറയുന്നുണ്ട്. എല്ലാ സുഖങ്ങളുടെയും സംഭരണി. അതിനാൽ മറ്റുള്ളവരിൽ അങ്ങയെ മാത്രമേ നേടാൻ ആഗ്രഹിക്കാവുള്ളൂ. അങ്ങയുടെ അനുഭാവം നേടാൻ അവർ സർവവും ത്യജിക്കണം. ബ്രഹ്മത്തിൻ്റെ അതീന്ദ്രിയ സാക്ഷാത്കാരം പോലും അങ്ങാണ് ജീവിതത്തിൻ്റെ അന്തിമമായ പരമലക്ഷ്യം. ജീവാത്മാക്കൾക്ക് താല്പര്യമുള്ളതിൻ്റെ എല്ലാം സംഭരണിയാണ് അവിടുന്ന്. യഥാർത്ഥത്തിൽ സാദൃശ്യമുള്ളവർ അങ്ങയെ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഇക്കാരണത്താൽ വിജയം നേടാൻ അവർ സർവവും ത്യജിക്കുകയും ചെയ്യും. അതിനാൽ അവർക്ക് അങ്ങയുമായിട്ട് സമ്പർക്കുന്ന അർഹത വരുന്നു. കൃഷ്ണ അവബോധത്തിൽ സേവകന്മാരുടെയും സേവിക്കപ്പെടുന്നവരുടെയും സമൂഹത്തിൽ ലൈംഗിക അടിസ്ഥാനത്തിൽ വ്യാപരിക്കുന്ന ഭൗതിക സുഖ ദുഃഖങ്ങൾക്ക് ആരും വിധേയനാകുന്നില്ല. അതിനാൽ ആണും പെണ്ണുമായ എല്ലാവരും അവിടുത്തെ സേവകരുടെ സമൂഹത്തിൽ പങ്കാളിത്തം നേടണം. അങ്ങ് പരമപുരുഷനാണ്. അങ്ങയെ വെല്ലാൻ ആർക്കുമാവില്ല. ആർക്കും അങ്ങയോടൊപ്പമാകാനും സാധ്യമല്ല. സർവശേഷനായിട്ട് എല്ലാവരാലും സംസേവിതനായിട്ട് അവിടുന്ന് മധ്യത്തിൽ നിൽക്കുന്ന ഒന്നാണ്. കുറ്റമറ്റതും സമ്പൂർണവുമായിരിക്കുന്ന സാമൂഹ്യ സമ്പ്രദായം ഇങ്ങനെ സമ്പൂർണമായി കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു സമൂഹത്തിൽ എല്ലാവർക്കും നിത്യസുഖത്തിനും പരമാനന്ദത്തിനും കഴിഞ്ഞുകൂടാവുന്നതാണ്. അപ്പം ഇവിടെയും രുക്മിണി പറയുന്നത് പരമമായ ലക്ഷ്യം എന്തായിരിക്കണം ഒരു മനുഷ്യൻ്റെ, പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും വലിയ സഹധർമ്മം എന്ന് പറയുന്നത്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സഹധർമ്മം എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് രണ്ടുപേരുടെയും പരമമായ ലക്ഷ്യം ഒന്നായിരിക്കണം. അവർക്ക് 10 പൊരുത്തം ഉണ്ടായാലും കാര്യമൊന്നുമില്ല. ഏറ്റവും വലിയ പൊരുത്തം മനപ്പൊരുത്തമാണ്. ആ മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രമേ സഹധർമ്മം സാധ്യമാകൂ. ഏറ്റവും വലിയ സഹധർമ്മം എന്താ? ഈശ്വര പൂജയാണ് പ്രഥമമായ ധർമ്മം. അതിൽ രണ്ടുപേരും ഒരേ മനസ്സോടെ സഹധർമ്മം നടത്തണം. ലേശം വ്യത്യാസം വന്നാൽ എന്താ കുഴപ്പം? അത് ചെയ്യാത്ത ആള് ദുഃഖിക്കേണ്ടി വരും. ഇവിടെ രുക്മിണി തന്നെ കാണിച്ചു തരുന്ന അതാ. ഇനി സത്യഭാമയെ പറ്റി പറയുമ്പോഴും അത് വ്യക്തമാക്കുന്ന സന്ദർഭമുണ്ട്. നമ്മൾ തുലാഭാരം എന്ന് പറയുന്ന വഴിപാട് തുടങ്ങിയ സത്യഭാമ കാരണം, ഈ രുക്മിണിയും സത്യഭാമയും കാരണമാണ് തുലാഭാരം എന്ന വഴിപാട് തന്നെ എല്ലാ ക്ഷേത്രങ്ങളും ആരംഭിക്കാൻ കാരണം. അപ്പോൾ സത്യഭാമയ്ക്ക് രുക്മിണിയേക്കാൾ കൂടുതൽ സഹധർമ്മം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സഹധർമ്മത്തിന് മനപ്പൊരുത്തം ഉണ്ടായിരിക്കണം. ഇവിടെ ഭഗവാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ തെറ്റായിട്ട് ധരിക്കാൻ കാരണം ഒരു നിമിഷത്തേക്ക് രുക്മിണിക്ക് ഭഗവാന്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആ മനപ്പൊരുത്തമില്ലാതെ പോകും. അതേസമയം ഭഗവാൻ അതിനുള്ള പ്രേരണ, ഭഗവാന്റെ കൃപയുണ്ടായപ്പോൾ ആ മനപ്പൊരുത്തം കിട്ടി. പിന്നെ ഭഗവാൻ പറഞ്ഞ ഓരോ വാക്കുകളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു വരിക. ഭഗവാൻ ഇതൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഭഗവാന്റെ മുമ്പിൽ രുക്മിണി എന്തിനാണ് വെളിപ്പെടുത്തുന്നത്? ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ രുക്മിണിയെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഗൃഹസ്ഥാശ്രമ ധർമ്മം യഥാവിധി പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. തെറ്റിദ്ധാരണ ഉണ്ടായാലും മനപ്പൊരുത്തത്തിലൂടെ, ഇല്ലെങ്കിൽ ആ മനപ്പൊരുത്തം നിലനിർത്തണമെങ്കിൽ ഇന്ദ്രിയങ്ങളിൽ മനസ്സ് ഞാനാകുന്നു എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ഈ മനപ്പൊരുത്തം, എത്ര ജാതകത്തിൽ മനപ്പൊരുത്തം ഉണ്ടെങ്കിലും വേണ്ടില്ല, മനപ്പൊരുത്തം നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഈശ്വര ഭക്തിയുള്ളവരായിരിക്കും. ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഒന്നിച്ച് ചെയ്താൽ നല്ലത്. ഇനി ഒന്നിച്ച് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ സമയക്രമം അനുസരിച്ച്, ഇവിടെ ഒന്നിച്ചല്ല നമ്മൾ വന്നത്, കുറച്ച് കാലം ഒന്നിച്ച് താമസിക്കുന്നു, പിന്നെയും വിട്ടു പോകുമ്പോഴും വേറെ വേറെ പോകാനുള്ളവരാണ്. അതുകൊണ്ട് അതിൽ നിർബന്ധം ഒന്നിച്ച് തന്നെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നും ഞാൻ പറയാറില്ല. ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭാര്യയും ഭർത്താവും ഈശ്വരന് മുമ്പിൽ ഒന്ന് നമസ്കരിക്കുകയെങ്കിലും വേണം. കാരണം ഈ ഭൗതിക മേധാവിത്വമാണ് നമുക്ക് ഇതിനൊന്നും സമയമില്ല എന്ന് പറയുന്നത്. ഈശ്വരൻ്റെ മുമ്പിൽ ഒരു പ്രാവശ്യമെങ്കിലും തല കുനിച്ചാൽ മാത്രമേ നമ്മുടെ ഈഗോയിസം പോവുള്ളൂ. ആരുടെയെങ്കിലും മുമ്പിലൊന്ന് തല കുനിക്കണ്ടേ? ബാക്കിയുള്ളവരുടെ മുമ്പിൽ തല കുനിച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ്റെ മുമ്പിലെങ്കിലും ഒന്ന് നമസ്കരിക്കുക, തല കുനിക്കാൻ തയ്യാറാകണം. അതുകൊണ്ടാണ് പണ്ടുള്ള ഗ്രഹങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാ ഗ്രഹങ്ങളുടെയും പ്രധാന വാതിൽ ചെറുതായിരിക്കും. തല കുനിക്കാതെ, പടിപ്പര പോലും തല കുനിക്കാതെ അകത്ത് കിടക്കാൻ പറ്റില്ല. ഒരു കാലം എടുത്തു വെച്ച് ഉറപ്പിക്കാതെ, കടമ്പ പോലെയാണ് പടിപ്പര ഉണ്ടാക്കി വെച്ചേക്കുന്നത്, അത് ഉറപ്പിക്കാതെ മറ്റേ കാലം എടുത്തു വെക്കാനും പറ്റില്ല. അപ്പോൾ തലയും കുനിക്കണം. വീട്ടിൽ പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ശ്രീകോവിൽ ഉണ്ടാക്കിയാലോ,
ആ ശ്രീകോവിലിനെ ഇന്ന് കുറച്ചൊക്കെ വലുതായിട്ടുണ്ടാക്കും തല മുട്ടാതിരിക്കാൻ. തല മുട്ടണം. തല മുട്ടുമ്പോഴേ ഭഗവാന്റെ അടുത്തേക്ക് കയറുമ്പോൾ തല കുനിച്ചിട്ട് കയറാവുള്ളൂ. അതുകൊണ്ടാണ് പൂർവികർ അങ്ങനെ ഒരു സംസ്കാരം. എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഇന്ന് സൗകര്യം കൂട്ടിയിട്ട് നമ്മൾ ഓരോയിടത്തും തല കുനിക്കണ്ട, മുട്ട് മടക്കണ്ട എന്നുള്ള ഭാവത്തിലാണ് അതൊക്കെ. മുട്ട് മടക്കിയിട്ട് നിലത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ്? ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും സൂര്യനമസ്കാരം, നമ്പൂതിരിമാരുടെ സന്ധ്യാവന്തന പ്രക്രിയയിൽ 10 സൂര്യനമസ്കാരമെങ്കിലും ദിവസവും ചെയ്യും, 12 എണ്ണമെങ്കിലും ദിവസവും ചെയ്യണം. എല്ലാ ജോയിൻസും പ്രവർത്തിക്കണം. നിലത്തിരുന്നേ ഭക്ഷണം കഴിക്കാറുള്ളൂ. ഈ മുട്ടും ശരീരത്തിൻ്റെ എല്ലാ അംഗങ്ങളും നമ്മൾ വേണ്ട വിധത്തിൽ നിവർന്നിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കണം. മുട്ട് മടക്കി വെക്കല്ലോ. ചമ്രം പടിഞ്ഞിരിക്കണേ മുട്ട് മടക്കി വെക്കണം. ഇന്ന് മുട്ട് മടക്കാതിരിക്കാൻ ശ്രദ്ധിക്കാൻ. ആരുടെ മുമ്പിലും ഞാൻ മുട്ട് മടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ഭഗവാന്റെ മുമ്പിലും മടക്കില്ല. ക്രിസ്ത്യാനികൾ വരെ മുട്ട് മടക്കി എന്ന് വേണം പ്രാർത്ഥിക്കാൻ. ഇന്ന് അവരും ചെയ്യില്ല. കാരണം അവർക്ക് മുട്ട് മടക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ നമ്മുടെ ജീവിത രീതികളൊക്കെ പൂർവികർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ അറിയാതെ പോലും, ഇതേപോലെ അറിയാതെ നമ്മുടെ സംസ്കാരം ഫോളോ ചെയ്യുമ്പം നമ്മൾ ഈശ്വരനിലേക്ക് അടുക്കാനുള്ള ഗൂഢലക്ഷ്യം അതിലുണ്ടെന്നർത്ഥം. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ ലോകം അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കെല്ലാം ഗ്രഹതലത്തിലെടുത്താലും എവിടെ സമൂഹത്തിൽ നോക്കിയാലും നമുക്കൊരു പേപ്പർ എടുത്ത് നോക്കിയാൽ നെഗറ്റീവ് ഇൻഫർമേഷൻസേ കാണാനുള്ളൂ. എന്താ കാരണം? മനുഷ്യ കുലധർമ്മ ഉത്സന്ന കുലധർമ്മാണം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യുന അനുസൃമ എന്ന് അർജുനൻ പറഞ്ഞത്. മനുഷ്യ കുലധർമ്മം യഥാവിധി പാലിക്കപ്പെടാതിരുന്നാൽ ആ മനുഷ്യനൊക്കെ നിത്യ നരകമായിരിക്കും. നമുക്കൊരു ഇൻഫർമേഷൻ പോലും പോസിറ്റീവ് ഇൻഫർമേഷൻസ് മാധ്യമങ്ങളിൽ നിന്ന് കിട്ടില്ല. എല്ലാം നെഗറ്റീവ്. ഏത് യൂട്യൂബ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും സോഷ്യൽ മീഡിയ വഴിയായാലും TV തുറന്നാലും വേണ്ടില്ല, പേപ്പർ എടുത്ത് നോക്കിയാലും 90% നെഗറ്റീവ് ഇൻഫർമേഷൻസേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കൂ. അതിൻ്റെ പരിണതഫലങ്ങൾ ഗ്രഹങ്ങളിലും അതെ. തമ്മിൽ യാതൊരുവിധ കോർഡിനേഷനും ഇല്ല. ഇപ്പം നിസ്സാര കാര്യം ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞത് ഏതൊക്കെ തരത്തിലാണ് രുക്മിണി തെറ്റിദ്ധരിക്കുന്നത്. ഇതിലും കഷ്ടമാണ്. പല കുടുംബങ്ങളും ഡൈവേഴ്സിൻ്റെ പക്കലേക്കൊക്കെ എത്താൻ കാരണം എന്താ? ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇരുന്ന് കൊടുക്കുക. ആ ക്ലേശം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ആ ക്ഷമ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, ഇല്ലെങ്കിൽ എന്താ 2 വർഷവും ചിന്തിക്കില്ല എന്നർത്ഥം. ഇവിടെ ഭഗവാൻ നിഷ്പക്ഷമായിട്ട് രുക്മിണിയെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെങ്കിലും ആദ്യം കുറച്ച് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി. എന്നാലും വേണ്ടില്ല, ഭഗവാൻ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ക്ഷമയോടുകൂടി രുക്മിണി ഇരുന്ന് കേട്ട് കഴിഞ്ഞ ഭഗവാന്റെ പ്രസാദം കിട്ടതേ സകല ദുഃഖവും മാറി. പ്രസാദേ സർവ്വദുഃഖാനാം ഹാനി രസ്യോപജായതയെന്ന് ആ പ്രസാദം ലഭിച്ചത് എന്താ? പിന്നെ ഭഗവാൻ പറഞ്ഞ ഓരോ വാക്കുകളെയും താത്വികമായിട്ട് ചിന്തിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരാൻ രുക്മിണി ചെയ്യുന്നത്. ഇതാണ് ശരിക്കും സഹധർമ്മം എന്ന് പറയുന്നത്. പരസ്പരം മനസ്സ് മനസ്സിലാക്കാതെ ബാക്കിയുള്ള കർമ്മങ്ങളിൽ എങ്ങനെ സഹധർമ്മം ഉണ്ടാകുക? അപ്പോൾ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് ഈ മനപ്പൊരുത്തം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഏത് ജാതകത്തിൽ 10 പൊരുത്തം ഉണ്ടായാലും വേണ്ടില്ല, മനപ്പൊരുത്തമാണ് ഇമ്പോർട്ട്. ഈ മനസ്സെന്ന് പറയുന്നത് ഈശ്വരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മനസ്സിന് പൊരുത്തമുണ്ടാകണമെങ്കിൽ അവരവരെ ഒന്നിച്ച് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ അവരവരുടെ സൗകര്യമനുസരിച്ച് ഈശ്വരൻ്റെ മുമ്പിൽ തല കുനിക്കുക തന്നെ വേണം. ഭഗവാന്റെ പ്രസാദം കിട്ടാതെ ദുഃഖം മാറുന്ന പ്രശ്നമില്ല. ആരായാലും വേണ്ടില്ല, അവിടെ ഭൗതിക മേധാത്വം ഭരിക്കും. നമ്മൾ ഈശ്വരൻ്റെ മുമ്പിൽ തലകുനിക്കാത്തവരുടെ ടോട്ടലി ശരീരത്തിനു ബന്ധപ്പെട്ട ഇന്ദ്രിയങ്ങൾ, അതുപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഭൗതിക കർമ്മങ്ങൾ, അതിലൊക്കെ മേധാവിത്വം ഭൗതികതയായിട്ട് മാറും. മായയിൽപ്പെട്ടാൽ അതെല്ലാം ചെന്ന് അവസാനിക്കുന്നത് ദുഃഖപൂർണ്ണമായി. ഇതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ശരിക്കും ഈ സംവാദം ഭാര്യയും ഭർത്താവും ഇരുന്ന് കേൾക്കണം. ഈ രുക്മിണിയും ഭഗവാനും തമ്മിലുള്ള സംവാദം മനപ്പൊരുത്തം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർ ഭാര്യയും ഭർത്താവും കൂടെ ഇരുന്നിട്ട് ആത്മബോധത്തോടു കൂടി കേട്ടിട്ട് അത് സ്വയം ഒന്ന് വിചാരം ചെയ്യണം, പരസ്പരം ചർച്ച ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനായാസനം പരിഹരിക്കാൻ സാധിക്കും. ഡൈവേഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്നവരെ ഡൈവേഴ്സിൽ നിന്ന്
യോജിപ്പിച്ച് കൊണ്ടുവരാൻ ഇനി ഒരിക്കലും അവർ ഡൈവേഴ്സ് ആകാത്ത വിധത്തിൽ യോജിപ്പിക്കാൻ സാധിക്കും. അവിടെയാണ് മനപ്പൊരുത്തത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. അപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ ഇന്ന് നടക്കുന്നത് ഒരു 90% അവരെയൊക്കെ ഭാര്യയും ഭർത്താവിനെയും ഭരിക്കുന്നത് ഭൗതിക മേധാവിത്വമാണ്, നിഗൂഢമായ സ്വാർത്ഥ ലക്ഷ്യങ്ങളാണ്. അതില്ലാതെ വരണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ മുമ്പിൽ ഒന്നും നിങ്ങൾ ഫലം ഒന്നിച്ചിരിക്കാതെ ഭഗവാന്റെ മുമ്പിൽ കുറച്ച് നേരത്തേക്ക് അവരവരുടെ സമയക്രമം അനുസരിച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും ഈശ്വരൻ്റെ ഭക്തനായിട്ട് മാറിയാലേ ഈ തെറ്റിദ്ധാരണകളെ ഒഴിവാക്കാൻ സാധിക്കും. രണ്ടുപേരുടെയും മനസ്സ് പൊരുത്തമുണ്ടാകണമെങ്കിൽ ആ മനസ്സിൻ്റെ ഉടമയെ നമ്മൾ ആശ്രയിക്കുക തന്നെ വേണം. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായത്തെ. ഇതെപ്പോഴും ഓർത്തിരിക്കണം. അതില്ലാതെ ഒരിക്കലും മനപ്പൊരുത്തം നിലനിർത്താൻ സാധിക്കില്ല. മനസ്സിലൂടെ സഹധർമ്മം നടത്തിയാലേ ബാക്കിയുള്ള വ്യവഹാരങ്ങളിൽ നമുക്ക് സഹധർമ്മം പരസ്പരം ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, പറയേണ്ട ആവശ്യമില്ല. രുക്മിണിക്ക് എങ്ങനെ തത്വബോധം ഉണ്ടായത്? ഭഗവാൻ ഞാൻ പറഞ്ഞതിൻ്റെയൊക്കെ ഭഗവാൻ തന്നെയല്ല ഉപദേശിക്കുന്നത്. ചിന്തിക്കണം ഒക്കെ തെറ്റിദ്ധാരണ വിധത്തിൽ നമ്മൾ ഭൗതികമായ ചിന്തയിലാണ് ഭഗവാൻ ഈ രുക്മിണിയെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മുഴുവൻ. ആദ്യം കേട്ടത് ഭൗതിക മേധാവിത്വത്തിൽ ആ മായാബന്ധിതമായിക്കൊണ്ട് കേട്ടത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് തെറ്റിദ്ധരിക്കേണ്ടി വന്നു എന്ന് രുക്മിണി തന്നെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഭഗവാൻ സമാശ്വസിപ്പിച്ച ഉടനെ തന്നെ അർജുന് ആ മനസ്സിൻ്റെ ഏകാഗ്രത, മനപ്പൊരുത്തം കിട്ടി. ഭഗവാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ ശരിക്കും രുക്മിണി പറയാണ്, തത്വബോധത്തോടു കൂടി പറയാണ്. ഭഗവാൻ അത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭഗവാന് ശരിക്കും ഇരുന്ന് കേൾക്കുന്നുണ്ട്, ചിരിച്ചുകൊണ്ടിരുന്ന് കേൾക്കുന്നുണ്ട്, മിണ്ടാതെ ഇരിക്കുകയല്ല. നിനക്ക് മനസ്സിലായെങ്കിൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകല്ലേ. ഇന്നാണെന്നുണ്ടെങ്കിൽ തമ്മിലിരിക്കുകയോ ഇല്ല, സംസാരിക്കുകയോ ഇല്ല, മനപ്പൊരുത്തത്തോടു കൂടി എന്തെങ്കിലും പറഞ്ഞാട്ട് കേൾക്കുകയില്ല. അതിന് ക്ഷമ വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഭഗവാൻ മിണ്ടാതിരുന്ന് കേൾക്കുകയാണ്. കാരണം ഭഗവാൻ ഇതൊക്കെ അറിയാൻ പാടില്ലാത്ത കാര്യം ഇത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതായത് രുക്മിണിയും ഭഗവാനും ലക്ഷ്മിയും തന്നെയാണ് രുക്മിണിയായിട്ട് വന്നിരിക്കുന്നത്. എന്തിനാ? ഭൗതിക ശരീരം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നുണ്ട്. മനുഷ്യകുലത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആ ഗ്രഹാതുരത്തിൽ നടക്കുന്നതും ഭഗവാൻ അറിയാം. ആവശ്യമില്ലാതെ തെറ്റിദ്ധരിക്കലും ആ തെറ്റിദ്ധാരണ മാറ്റണം എന്നുണ്ടെങ്കിൽ പരസ്പരം സമാശ്വസിക്കലും ഒരു ത്യാഗമനസ്ഥിതിയും ആ ദുഃഖം മാറ്റാനൊക്കെ ശ്രമിക്കേണ്ടത് ഭഗവാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാ ചെയ്തത്. എന്നിട്ട് അവർ പറയുന്ന കേൾക്കും കൂടെ വേണം. പ്രതിയോഗി പറയുന്നു കേൾക്കണം, ഞാൻ പറഞ്ഞ മാത്രം ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലല്ലോ. പിന്നെ രുക്മിണി പറയുന്നതൊക്കെ മിണ്ടാതെ ചിരിച്ചുകൊണ്ടിരുന്ന് പറയാം, ഭഗവാൻ ഇതൊക്കെ ബോധമുള്ളതാ, ഭഗവാനാണല്ലോ ഈ ജ്ഞാനത്തിൻ്റെ ഉടമ. പക്ഷെ രുക്മിണി പറയുന്നതെല്ലാം ആത്മബോധത്തോടു കൂടിയാണ്, അത് ക്ഷമയോടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അവിടെയാണ് മനപ്പൊരുത്തം, അവിടെയാണ് സഹധർമ്മം. ഭഗവാൻ കാണിച്ചു തരാം. രുക്മിണിയും ഭഗവാനും കൂടെ ദാമ്പത്യ ജീവിതം എങ്ങനെ കൊണ്ടു നടക്കണം, ഒരു മനുഷ്യകുലം യഥാവിധി നിലനിർത്തണമെങ്കിൽ, ആ ശ്രേയസ്സിലേക്ക് എത്തണമെങ്കിൽ എങ്ങനെയാണ് ദാമ്പത്യ ജീവിതം നയിക്കേണ്ടതെന്ന് ഭഗവാൻ ഇവിടെ വ്യക്തമാക്കി കാണിച്ചു തരിക ചെയ്ത്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.